കൊല്ലം വലിയ കൂനമ്പായിക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിൽ ഒരുക്കിയ ദേവിയുടെ തൃക്കല്യാണം ഭക്തിസാന്ദ്രമായി. ഉത്സവ വിളംബര ഗജഘോഷയാത്രയിലും അഷ്ടമംഗല്യ താലപ്പൊലിയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. 10 ദിവസം നടക്കുന്ന ഉത്സവത്തിൽ വിശേഷാൽ പൂജകളും ചരിത്രപ്രസിദ്ധമായ ചടങ്ങുകളും വൈവിധ്യമാർന്ന കലാപരിപാടികളുമാണ് നടക്കുന്നത്. പഴയ തനിമയോടെയും ആചാരപ്പെരുമയോടെയും നിലനിൽക്കുന്ന വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ 5ാം ഉത്സവ ദിനമാണ് ദേവിയുടെ തൃക്കല്യാണം. ഏറെ ഭക്തിയോടെ നിരവധി പേരാണ് ഈ ദിവസം ക്ഷേത്രത്തിലേക്ക് എത്തുക. ദേവിയുടെ തൃക്കല്യാണത്തിൽ നമ്മുടെ തോറ്റമ്പാട്ടിലെ തൃക്കല്യാണ ഭാവം വരുന്ന ദിവസമാണ്, 5ാം ഉത്സവ ദിവസമാണ് ഇവിടെ തൃക്കല്യാണം ആഘോഷിച്ചത്. ആനയും അമ്പാരിയും താലപ്പൊലിയും എല്ലാം 4 കരയിലെ ജനങ്ങളെ സാക്ഷി നിർത്തിയാണ് ദേവി ബാലകൻ ദേവിയുടെ കഴുത്തിൽ താലി അണിഞ്ഞത്. ഈ സമയത്ത് വളരെയധികം ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഈ 4 കരയിലുള്ളവർ കൂടാതെ ഇത് ഒരുപാട് നാടുകളിൽ നിന്നും തൃക്കല്യാണം കാണുവാനായിട്ട് ഇവിടെ ഭക്തജനങ്ങൾ എത്തിയിരുന്നു. അയ്യത്തിൽ ഗുരുജി ജംഗ്ഷനിലെ മാലപ്പുറം ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഉത്സവ വിളംബര ഗജഘോഷയാത്രയും അഷ്ടമംഗല്യ താലപ്പൊലിയും നടന്നു. ഏറെ ഭക്തർ ഘോഷയാത്രയുടെ ഭാഗമായി. ക്ഷേത്രാങ്കണത്തിൽ ഘോഷയാത്ര എത്തിയതിനു പിന്നാലെയുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവിയുടെ തൃക്കല്യാണം നടന്നു. തോറ്റമ്പാട്ടിനോടനുബന്ധിച്ചാണ് തൃക്കല്യാണം നടക്കുക. പരമേശ്വരപുത്രിയായിരിക്കുന്ന ഭദ്രകാളി ദേവി ലോകപാലകനായ ദേവനെ വിവാഹം ചെയ്യുന്നതാണ് സങ്കല്പം. പത്തു ദിവസം നടക്കുന്ന കുംഭഭരണി മഹോത്സവത്തിൽ വിപുലമായ ചടങ്ങുകളാണുള്ളത്. നാളെയാണ് പ്രധാന ചടങ്ങായ ചന്ദ്രപ്പൊങ്കൽ. ഇത്തവണ എല്ലാ വർഷത്തേക്കായും വിപുലമായ ഉത്സവമാണ് ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഭാഗമായി 5 ദിവസത്തെ ഉത്സവം കഴിയുകയാണ്. ഇനിയുള്ള ഉത്സവ ബലിയാണ് വരുന്നത്. അത് പിന്നീട് അടുത്ത തോറ്റുപാട്ട് വരുന്നുണ്ട്. ചന്ദ്രപ്പൊങ്കൽ, പ്രസിദ്ധമായ വലിയ കൂനമ്പായിക്കുളം തമ്മകളുടെ ചന്ദ്രപ്പൊങ്കൽ, അത് ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ സന്ധ്യസമയത്ത് പൊങ്കാല അർപ്പിക്കുന്ന കേരളത്തിലെ അപൂർവ ചടങ്ങുകളിലൊന്നാണ് ചന്ദ്രപ്പൊങ്കാല. ക്ഷേത്രത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല നടക്കുകയാണ്. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന വളരെ സ്ത്രീ ഭക്തജനങ്ങൾ കൂട്ടത്തോടെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ് ചന്ദ്രപ്പൊങ്കൽ. 23-ാം തീയതി തിരു ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുക. കൊടിയിറങ്ങിയാൽ പിന്നെ 1 വർഷത്തെ കാത്തിരിപ്പാണ് കൂനമ്പായിക്കുളത്തുകാർക്ക്. ജനം, കൊല്ലം.